നമസ്കാരം. ഇക്കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചയ്ക്കാണ്, അതല്ലെങ്കിൽ അർദ്ധരാത്രി 12:30 മണിക്കാണ് രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന MLA SIT, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ആലത്തൂർ DYSPയുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് നടന്നത്. ആ അറസ്റ്റ് നടന്ന രംഗം നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് വാതിൽ മുട്ടി തുറന്ന് രാഹുൽ മാങ്കൂട്ടം പുറത്തു വരുന്നു. അപ്പോൾ തന്നെ ആ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അവിടെ തുടങ്ങി നടന്ന നിയമവിരുദ്ധ നടപടികളാണ് നമ്മുടെ മുന്നിൽ കണ്ടത്. കണ്ണുകൾ കൊണ്ട് കാണുക എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിപ്രകാരം അദ്ദേഹത്തെ അവിടെ വെച്ച് അറസ്റ്റ് മെമ്മോ ഒപ്പിടിക്കണം, അതേപോലെ ഇൻസ്പെക്ഷൻ മെമ്മോ തയ്യാറാക്കണം. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു പാട് പോലും ഇല്ല എന്ന്, എന്തെങ്കിലും മുറിവുകളോ ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം അപ്പോൾ തന്നെ രേഖപ്പെടുത്തണം. പ്ലസ് അറസ്റ്റ് മെമ്മോ രേഖപ്പെടുത്തണം. അറസ്റ്റ് മെമ്മോ കൊടുത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരാളെ വിളിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. ഇതൊന്നും ഇല്ലാതെ അവിടെ നിന്ന് രാത്രി പൊക്കിക്കൊണ്ടുപോയത് നിയമവിരുദ്ധമായിട്ട് AR ക്യാമ്പിലേക്കാണ് പത്തനംതിട്ട. ശരിക്കും പോലീസ് സ്റ്റേഷൻ തിരുവല്ലയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അങ്ങനെയൊന്നും ഉണ്ടായില്ല. തിരുവല്ല പോലീസ് സ്റ്റേഷൻ FIR ഇട്ട കേസിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. പിന്നീടാണ് ഈ കാര്യങ്ങൾ വന്നതോടുകൂടി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ വലിയ ആഘോഷമായി ബലാത്സംഗ വീരനെ അറസ്റ്റ് ചെയ്തു. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടം തകർന്നു. കൃത്യമായ തെളിവോട് കൂടിയിട്ടാണ് അറസ്റ്റ് ചെയ്തത്. ഇനി അങ്ങോട്ട് രക്ഷയില്ല. ക്രൂരമായ ബലാത്സംഗമാണ് നടന്നത്. ആ പെൺകുട്ടിയെ, അതായത് വിദേശത്തുള്ള തിരുവല്ലക്കാരിയായ പെൺകുട്ടിയെ തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് അതിഭീകരമായ രൂപത്തിലാണ് ബലാത്സംഗം ചെയ്ത്. ആ പെൺകുട്ടിയുടെ ചുണ്ടുകളും അതേപോലെ കഴുത്തിലും മാറിടങ്ങളിലും രഹസ്യഭാഗങ്ങളിലടക്കം മുറിവേൽപ്പിച്ചു. മാത്രമല്ല തുപ്പുകയും അടിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പൊങ്ങലും തൊടുപ്പമുള്ള കഥകൾ ഇങ്ങോട്ട് പ്രചരിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഇത്രയും വൃത്തികെട്ടവനായ ഒരാൾ ലോകത്തിലില്ല എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു നിൽക്കുന്ന സമയത്താണ് ക്രൈമിന് ഒരു പോലീസ് ഓഫീസർ വിവരം തരുന്നത്. ഇത് ഇല്ലീഗലായ അറസ്റ്റാണ്, ആ പരാതി നിലനിൽക്കുകയില്ല, ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണ്, യഥാർത്ഥത്തിൽ ബലാത്സംഗ കേസ് എടുക്കാൻ യോഗ്യതയില്ലാത്ത ഒരു കേസാണ്, നന്ദകുമാർ ഈ കാര്യത്തിൽ ഇടപെടണം, കൃത്യമായി പഠിക്കണം, അതിനുള്ള രേഖകൾ ഇതാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് സംഭവങ്ങൾ എത്തുന്നത്. ഞാൻ പഠിച്ച ഉടൻ തന്നെ എനിക്ക് മനസ്സിലായി ഇത് സുപ്രീം കോടതി വിധി ലംഘിച്ചുകൊണ്ടാണ് അറസ്റ്റ് നടന്നത്. സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയിൽ പറയുന്നുണ്ട്, വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ബലാത്സംഗമല്ല. മാത്രമല്ല ആ ലേഡി വിളിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടം ചെന്നത്. മാത്രമല്ല ആ ലേഡി വിദേശത്തെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം കിട്ടിയതോടുകൂടി ഞാൻ ആദ്യമായിട്ട് ഒഴുക്കിനെതിരെ നീതിക്കൊണ്ടൊരു വാർത്ത ചെയ്തു. ആ വാർത്തയാണ്, അതായത് രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ല, അതിനകത്ത് നിയമപരമായി തെറ്റുകാരനല്ല, അതേസമയത്ത് രാഷ്ട്രീയപരമായിട്ട് അധികം തെറ്റുകാരനാണ്. അദ്ദേഹം നിരന്തരമായി പല പെൺകുട്ടികളുമായിട്ട് ഇതേപോലെ പ്രണയത്തിലേർപ്പെടുകയും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് ശരിയല്ല. അത് രാഷ്ട്രീയക്കാരനായ ഒരു നേതാവിന് ചേർന്നതല്ല. നിയമപരമായി രണ്ട് പേർ ചേർന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമല്ല. അത് ആർക്ക് വേണമെങ്കിലും ആവാം. അത് ഭർത്താവുള്ള ഭാര്യയായാലും ഭാര്യയുള്ള ഭർത്താവായാലും രണ്ടുപേർക്കും ഇഷ്ടം പോലെ മറ്റു സ്ത്രീകളുമായിട്ടോ പുരുഷന്മാരുമായിട്ടോ ബന്ധപ്പെടുന്നതിൽ നിയമപരമായ തടസ്സമില്ല. പക്ഷെ അത് ധാർമ്മികതയുടെ മൂല്യതയുടെ തകർച്ചയാണ്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ശരിയല്ല. പക്ഷെ നിയമപരമായിട്ട് അദ്ദേഹത്തെ വേട്ടയാടിയ രീതി കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട ഒരു രാഷ്ട്രീയത്തിൻ്റെ പകപൊക്കലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാർത്ത ചെയ്തത്. അവിടെ തുടങ്ങി പിന്നെ എല്ലാ ചാനലുകളും, അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്ത ചെയ്തിരുന്ന എല്ലാ ചാനലുകളും, സോഷ്യൽ മീഡിയയിലെ ചാനലുകളെല്ലാം തന്നെ അത് ഏറ്റെടുക്കേണ്ട പിന്നെ ഒരു കൊടുങ്കാറ്റാണ് വീശിയത്. ഘട്ടം ഘട്ടമായി എല്ലാവരും സത്യാവസ്ഥ മനസ്സിലാക്കി. ഈ പറയുന്ന അതിജീവിതയുടെ പരാതി എല്ലാവരും കൈവശം കിട്ടി. അതിന് കാരണം അവരുടെ ചാറ്റുകളും അതേപോലെ അവരുടെ FIR-ഉം അതേപോലെ FIS പോലീസ് തന്നെ ചോർത്തിക്കൊടുത്ത് പത്രക്കാർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ പെൺകുട്ടി തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ടാവണം. അപ്പം അത് പുറത്ത് വന്നോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ ഇത് രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണ് പോലീസ്. എന്നാൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ, മുൻനിരയുള്ള ദൃശ്യമാധ്യമങ്ങൾ, ചാനലുകൾ പുറത്തുവിട്ടതോടുകൂടി, പത്രങ്ങൾ പുറത്തുവിട്ടതോടുകൂടി സോഷ്യൽ മീഡിയയിൽ കമ്മിക്കൂട്ടങ്ങൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്മിക്കൂട്ടങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ അറ്റാക്ക് ചെയ്തതോടുകൂടി, ഇത് പുറത്തുവിട്ടതോടുകൂടി ആ രേഖകൾ പുറത്തുവിടാൻ യാതൊരു അധികാരവുമില്ലാത്തവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യമായി. അത് തന്നെ തിരിച്ചടിയായി. അങ്ങനെ ക്രൈം തുടങ്ങി വെച്ച തീ കൊളുത്തിയത് കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു.
പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ആര് വാർത്ത ചെയ്താലും ആയിരക്കണക്കിന് ആളുകൾ അതിനെതിരെ ഒറ്റയടിക്ക് എതിർത്തുകൊണ്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല എല്ലാ മേഖലകളിലും ജനക്കൂട്ടം ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. രാഹുൽ മാങ്കൂട്ടം ചെയ്തതാണോ തെറ്റ്, അല്ലെങ്കിൽ ആ പെൺകുട്ടി ചെയ്തതാണോ തെറ്റ്? ആ പെൺകുട്ടി ചെയ്തത് തെറ്റാണ്, അതേപോലെ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റാണ്. അത് ബലാത്സംഗമല്ല എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയും ക്രൈം പുറത്തുവിടുകയുണ്ടായി. അതായത് 2025 ജനുവരി 8-ാം തീയതി വന്ന വിധി. അതായത് അതിൽ പറയുന്നത് ജസ്റ്റിസ് നാഗരത്ന എന്ന് പറയുന്ന സ്ത്രീ ജഡ്ജിന്റെ സുപ്രീം കോടതി വിധി, ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പറയുന്നത് ഇത് ബലാത്സംഗമായി കരുതാൻ പറ്റില്ല. വിവാഹ വാഗ്ദാനം ചെയ്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരിക്കലും ബലാത്സംഗമല്ല എന്നുള്ള വിധി കൂടി ക്രൈം പുറത്തുവിട്ടതോടുകൂടി ഇത് ഏറ്റെടുത്ത് ജനങ്ങളെ കൊണ്ട് ഇളകാൻ തുടങ്ങി. എല്ലാ ചാനലിലും എതിർത്ത് രാഹുൽ മാങ്കൂട്ടത്തെ എതിർത്ത് ആര് പബ്ലിഷ് ചെയ്താൽ അതിൻ്റെ അടിയിൽ ആ കമൻറ്റ് ബോക്സിലേക്ക് ആയിരക്കണക്കിന് ആളുകളുടെ പ്രതിഷേധം ശക്തമായി അവരെ മോശപ്പെടുത്തിക്കൊണ്ട്, ചാനലുകാരെ മോശപ്പെടുത്തിക്കൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്തതോടെ ഈ പിന്നെ ശ്രമേന CPM-ന്റെ അണികൾ CPM-ന്റെ ഇത്തരത്തിലുള്ള സൈബർ കൂട്ടങ്ങൾ മെല്ലെ അപ്രത്യക്ഷമാകുന്നതാണ് കണ്ടത്. ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രക്ഷോഭവുമായി പത്തനംതിട്ടയിലെ ഹോസ്പിറ്റലും അതേപോലെ പോലീസ് സ്റ്റേഷനിലും അതേപോലെ തന്നെ എയർ ക്യാമ്പിലുമെല്ലാം വലിയ തോതിൽ BJP-യുടെയും DYFIയുടെയും ആൾക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു, അക്രമാസക്തരായ ആൾക്കൂട്ടം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് ശുഷ്കിക്കുന്നതാണ് കണ്ടത്. റിമാൻഡിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടുന്ന സമയത്ത് കസ്റ്റഡിയിൽ കഴിഞ്ഞ് മടങ്ങിയെത്തി ജനറൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ശുഷ്കിച്ച കുറച്ച് ആളുകളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അനുകൂലിക്കുന്ന ആളുകൾ, ജനക്കൂട്ടം രംഗപ്രവേശം ചെയ്ത് ഈ കേസിൽ നിരപരാധിയായ രാഹുൽ മാങ്കൂട്ടത്തെ ഇത്രയധികം ഈ വിധത്തിൽ ക്രൂശിക്കുന്നതിനെതിരെ ശക്തമായ പിന്തുണയുമായി ജനക്കൂട്ടം രൂപപ്പെടുന്നുണ്ടെന്നും ആ ജനക്കൂട്ടം പോലീസിനെയും ഇത്തരത്തിൽ DYFI പ്രവർത്തകരെയും അതേപോലെ BJP പ്രവർത്തകരെയും ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നും അവിടെ ഒരു കലാപം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ ഇന്റലിജൻസ് ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് എവിടെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടെയെങ്കിലും ആരെങ്കിലും എതിർക്കുകയോ അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മോശമായി ചിത്രീകരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ പോലീസ് ഇതുപോലെ പ്രദർശന വസ്തുവാക്കി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പോലീസിനെ തന്നെ ആക്രമിക്കാൻ ജനക്കൂട്ടം തയ്യാറായിരിക്കുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതോടുകൂടി 7 ദിവസം ചോദിച്ച് 3 ദിവസം കസ്റ്റഡിയിൽ കിട്ടിയ പോലീസ് 2 ദിവസം കൊണ്ട് എല്ലാം പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, അവർ കോടതിയിൽ എത്തിച്ചു, അവരുടെ ജീവൻ രക്ഷിച്ചു. അവർ ഒളിച്ചോടുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ എത്തിച്ച് തടി ഊരുകയായിരുന്നു പോലീസ് ചെയ്തിരുന്നത്. അതായത് ജനക്കൂട്ടം അത്രയും അക്രമാസക്തരാകുന്നു, ഒരാളെ നിരന്തരം വേട്ടയാടുന്നു, ഒരാളെ എല്ലാ നിയമങ്ങളിലും ലംഘിച്ചുകൊണ്ട്, മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്. ഒരു പരാതിയിൽ ഒപ്പിട്ട പരാതി പോലുമില്ലാതെ ആ പരാതിക്കാരിയുടെ മെഡിക്കൽ ടെസ്റ്റ് പോലും നടത്താതെ ഇല്ലീഗലായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറം ലോകത്ത് ക്രൈം എത്തിച്ചതോടുകൂടി അത് ഏറ്റെടുക്കാൻ എല്ലാ മേഖലകളിലുള്ള ആളുകളും എല്ലാ സോഷ്യൽ മീഡിയയിലെ ചാനലുകളും അത് ഏറ്റെടുക്കോടുകൂടി അതൊരു വൈറലായി മാറി. ഇതിനിടയിൽ ഫെന്നി നൈനാൻ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്തായ ഫെന്നി നൈനും വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. അതായത് പരാതിക്കാരിയുടെ അതിജീവിതയുടെ പേരോ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റിയോ ഇല്ലാതെ കൃത്യമായി അവർ അയച്ച വാട്സപ്പ് സന്ദേശങ്ങൾ 2025 ഒക്ടോബർ മാസത്തിൽ ഈ പറയുന്ന അതിജീവിതയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് കൂടെ പാലക്കാട് വന്ന് ഒരുമിച്ച് താമസിക്കണം 4 മണിക്കൂറെങ്കിലും, അല്ലെ കാറിൽ ഒരുമിച്ച് സഞ്ചരിക്കണം, വേറെ ആരും പാടില്ല എന്ന് പറയുന്ന സന്ദേശം വന്നതോടുകൂടി കേസെല്ലാം അട്ടിമറിഞ്ഞ പോലെയായി. ഇത് വെളിപ്പെടുത്തുമ്പോൾ ആ പെൺകുട്ടിയുടെ അതിജീവിതയുടെ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല. കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഒന്നുകിൽ അതിജീവിത കൊടുത്ത വാട്സപ്പ് ചാറ്റുകൾ, രാഹുലുമായിട്ടുള്ള ചാറ്റുകൾ, അല്ലെങ്കിൽ പോലീസ് കൈമാറിയ ചാറ്റുകൾ, അതേപോലെ FIR FIS-ഉം ഇതൊന്നും സാധാരണ പുറത്തേക്ക് കിട്ടില്ല. ഒരു ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ ഈ FIR ഒന്നും കിട്ടില്ല. എന്നാൽ FIR-ഉം FIS-ഉം അതേപോലെ ഈ ചാറ്റുകളും പുറത്തുവിട്ട അതുപോലെ തന്നെ ഇത് പുറത്തുവിട്ടാൽ എന്താണ് തെറ്റ്? അതിൽ അതിജീവിതയുടെ പേരില്ലല്ലോ, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സത്യസന്ധമായി ബലാത്സംഗത്തിൽ പ്രതിയല്ല എന്നുള്ള തെളിവ് എനിക്ക് ഹാജരാക്കാൻ അവകാശമില്ലേ എന്നുള്ള നിലയിലാണ് ഫെനി നൈനാൻ എത്തിയത്. ഈ സന്ദർഭത്തിലാണ് ഫെനി നൈനാനെതിരെ ഒരു കള്ളക്കേസുമായി ഗവൺമെന്റ് വന്നത്.
അതായത് സൈബർ ക്രൈം പോലീസ് പത്തനംതിട്ട എടുത്ത കേസിൽ 4/2022 25 26 നമ്പറിൽ എടുത്ത കേസിൽ BNS 79 72(1) അതേപോലെ IT Act 67 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ഈ IT Act 67 എന്ന് പറഞ്ഞാൽ ലക്ഷോവിയസ് ലൈംഗിക വികാരമുണ്ടാക്കുന്ന വീഡിയോസോ അതേപോലെ തന്നെയുള്ള സംഭാഷണങ്ങളോ സ്ക്രിപ്റ്റോ ഫോട്ടോയോ പ്രസിദ്ധീകരിക്കുന്നതാണ് IT Act 67. ഇവിടെ അങ്ങനെയാവുന്ന തന്നെയില്ല. ആരെയും ലൈംഗിക വികാരങ്ങൾ ഉത്തേജനം ഉണ്ടാക്കുന്ന ഒരു മണ്ണാങ്കട്ടയും ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പകരം ഒരു ചാറ്റുകൾ, അതായത് തെളിവായുള്ള ചാറ്റുകളാണ് പ്രസിദ്ധീകരിച്ചത്. അതായത് രാഹുൽ മാങ്കുട്ടത്തെ കാണണം എന്ന് പറഞ്ഞ് ഈ പറയുന്ന യുവതി ഫെനി നൈനാനെ നിരന്തരമായി നിർബന്ധിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് ചാറ്റിലുള്ളത്. അതിൽ തന്നെ വ്യക്തമല്ലേ, അവിടെ മുമ്പ് ബലാത്സംഗം നടന്നൊരു ലേഡി ആണെങ്കിൽ ഈ ഫെനി നൈനാനോട് ഇങ്ങനെ കാലും കൈയും പിടിച്ച് പറയും 1 കൊല്ലം കഴിഞ്ഞിട്ട് 1.5 കൊല്ലം കഴിഞ്ഞിട്ട്. അതിൻ്റെ അർത്ഥം അവിടെ ഒരു ബലാത്സംഗം നടന്നില്ല. ഈ പെൺകുട്ടിക്ക് വല്ലാത്ത കാമഭ്രാന്തോ അല്ലെങ്കിൽ പ്രണയഭ്രാന്തോ ആണ് രാഹുൽ മാങ്കുട്ടവുമായിട്ടുള്ളത്. എങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കണമെന്നാണ് പറയുന്നത്. ബലാത്സംഗത്തിൽ പറഞ്ഞു തീർക്കലില്ല, കേസ് മാത്രമേ ഉള്ളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി തന്നെ മുൻകൈ എടുത്ത് വന്ന സ്ഥിതിക്ക് മനസ്സിലാക്കിയോടുകൂടി ഈ പെൺകുട്ടിയുടെ പരാതി ഫോൾസ് ആണ്, കള്ളമാണ് എന്ന് തെളിയുകയുണ്ടായി. ഇതോടൊപ്പം തന്നെയാണ് ആ FIR-ൽ പറയുന്ന 72(1) പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നുള്ള 2 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന വകുപ്പാണ്. 79 ആ സ്ത്രീയുടെ അന്തസ്സിനെ കളങ്കപ്പെടുത്തുന്ന വിധത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുക. അങ്ങനെയൊരു കാര്യമില്ല. അവരുടെ ചാറ്റ് മാത്രം പ്രസിദ്ധീകരിച്ചത് അങ്ങനെ ആ സ്ത്രീയുടെ അന്തസ്സിനെ കളങ്കപ്പെടുത്താൻ പറ്റും. ഈ കള്ളക്കേസ് വന്നതോടുകൂടി ഫെനി നൈനാൻ ഹൈക്കോടതിയിൽ പോയി ഈ കേസ് കോഷ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന ചാറ്റുകളുടെ പേരിലാണോ പോലീസ് കേസെടുത്തത് എന്ന് ചോദിച്ചുകൊണ്ട് പോലീസിനെതിരെ ശക്തമായ ഭാഷയിൽ ഹൈക്കോടതി പ്രതികരിക്കുകയുണ്ടായി. ഇതിൽ വരണ്ടു പോയ പോലീസ് ഇപ്പം ഫെനി നൈനാനിയും വേണ്ട, അതോടൊപ്പം തന്നെ മറ്റൊരു പെൺകുട്ടിയെയും കൂടി കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു, അവരെയും വേണ്ട എന്നുള്ള നിലപാടിൽ വന്നിരിക്കുകയാണ്. അത് 2 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് ഐഡന്റിറ്റി വെളിപ്പെടുത്തി, അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി കൊടുത്ത ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന പേരിലാണ് 2 കള്ളക്കേസുകൾ എടുത്തത്. 3 കള്ളക്കേസുകൾ എടുത്തു. ശ്രീനാമ കുഞ്ഞമ്മയുടെ പേരിലും എടുത്തിരുന്നു. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇത് 8 നിലയിൽ പൊട്ടുന്ന കേസുകളാണ്, കള്ളക്കേസുകളാണെന്ന് പ്രഥമദൃഷ്ട്യാ തെളിഞ്ഞതോടെ പോലീസ് ഇപ്പോൾ ആ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. വല്ലാത്ത തിരിച്ചടി തന്നെയാണ് ഫെനി നൈനാൻ ഇതിൻ്റെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത്. അതായത് കേസ് കോഷിയാണ് കൊടുത്തത്. തനിക്ക് മുൻകൂർ ജാമ്യം വേണ്ട, പോലീസ് എടുത്ത കേസ് കള്ളക്കേസാണെന്നുള്ള ഇതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തം പറയും, ഈ കേസിൻ്റെ തുടക്കക്കാരൻ ആരാണ്? പിണറായി വിജയനാണ്. കാരണം ഈ പെൺകുട്ടി ഈ പറയുന്ന അതിജീവിതയുടെ പരാതി FIR ഇട്ട് ബലാത്സംഗത്തിന് കേസെടുത്ത് അങ്ങനെ രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്താൽ, 3ാമത്തെ കേസിലും അറസ്റ്റ് ചെയ്താൽ വലിയ തോതിൽ UDF-ന് തിരിച്ചടി കിട്ടും എന്നുള്ള പിണറായി വിജയന്റെ കാൽക്കുലേഷൻ ആയിരുന്നു. അതിന് നിയമവിരുദ്ധമായി മുമ്പ് 1-2 കേസുകളിൽ പിടികൊടുക്കാതെ രാഹുൽ മാങ്കുട്ടത്തം പോലീസിനെ വട്ടം കറക്കിയപ്പോൾ 3ാമത്തെ കേസിൽ ഒരു കള്ളക്കേസ് എടുത്ത് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് എല്ലാ തരത്തിലും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും ചോദിക്കാനും പറയുവാനും ഇല്ല. പകരം DYFIക്കാരും യുവമോർച്ചക്കാരും കുറെ അവിടെ പ്രതിഷേധമുണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കിയാൽ അതായിരിക്കും പിന്നീട് രാഷ്ട്രീയമായി ഗുണം ചെയ്യുക. ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളക്കേസ് എടുത്ത സരിതാ നായരെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് പോലെ, അദ്ദേഹം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ പോലെ 2026 തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നിൽ നിർത്തി UDF-നെതിരെ ആഞ്ഞടിക്കാമെന്നുള്ള പ്ലാനായിരുന്നു പിണറായി വിജയൻ്റെത്. ഇത് നേരത്തെ മുൻകൂട്ടി കണ്ട പിണറായി വിജയൻ ഇവിടെ കാണുമ്പോൾ ആകാശത്ത് കാണുന്ന VD സതീശൻ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടം അല്പസ്വല്പമൊക്കെ ഇത്തരം കാര്യങ്ങൾ വീണിട്ടുണ്ട്, ഒന്നും ബലാത്സംഗം അല്ലെങ്കിൽ അത് ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് VD സതീശൻ നേരത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ദോഷവും ഉണ്ടായില്ല. എന്നാൽ കോൺഗ്രസിനും UDF-നും വലിയ തിരിച്ചടിയാവുമെന്നുള്ള പിണറായി വിജയന്റെ കാൽക്കുലേഷൻ എല്ലാം തെറ്റിച്ചുകൊണ്ട് തിരിച്ച് പണി കിട്ടിയിരിക്കുന്നത് പിണറായി വിജയനാണ്, LDF-നാണ്. അവർക്കുണ്ടാകുന്ന ഡാമേജ് ചെറുതൊന്നുമല്ല. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു സ്ത്രീ വിഷയത്തിൽ, അത് സത്യമാണ്. പക്ഷെ അതെല്ലാം തന്നെ മാച്ചു കളയുന്ന വിധത്തിലുള്ള ഒരു പിന്തുണയാണ്, ജനപിന്തുണയാണ്
ഞെട്ടിക്കുന്ന ജനപിന്തുണയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിട്ടുള്ളത്. ഇത് തീർച്ചയായും പിണറായി വിജയന്റെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കള്ളക്കേസെടുത്ത് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുന്ന, വേട്ടയാടുന്ന ഉമ്മൻചാണ്ടിയെ പോലെ വേട്ടയാടുന്ന മൃഗത്തെ പോലെ ഉള്ള സ്വഭാവത്തിന് തിരിച്ചടി ജനങ്ങൾ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ BJPയും CPM ആണ് ശക്തമായ രൂപത്തിൽ അവര് വലിയ ചീമുട്ടയും അതേപോലെയുള്ള കാര്യങ്ങളുമായിട്ട് എറിയുകയും മോശപ്പെടുത്താൻ, പൊതുസമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മോശപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തെങ്കിൽ CPMനെതിരെ ആഞ്ഞടിക്കുന്ന ജനരോഷമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. UDFന് അനുകൂലമായ ഒരു തരംഗം തന്നെ ഇതിൽ കൂടി ഉണ്ടായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം കൊണ്ട് UDFന് എന്താണോ ദോഷമുണ്ടായത് ആ ദോഷം തന്നെ കഴുകിക്കളഞ്ഞ് ഒരു പ്രളയം പോലെയാണ് കേരളത്തിലെ മൊത്തത്തിലുള്ള ജനം രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടെ നിന്നത്. അദ്ദേഹം തെറ്റുകാരനല്ല എന്നും ആരും പറഞ്ഞിട്ടില്ല. അദ്ദേഹം സ്ഥിരമായി ഇങ്ങനെ പെൺകുട്ടികളോടൊപ്പം പ്രണയിക്കുന്നതും അവരോട് ഇങ്ങനെ സെക്ഷലി ബന്ധപ്പെടുന്നത് ശരിയല്ല എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും. എന്നാൽ നിയമവിരുദ്ധമായിട്ടൊന്നും രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടില്ല. പിണറായി വിജയനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാനുള്ള ഒരു ഉപകരണമായി രാഹുൽ മാങ്കൂട്ടം മാറാവുന്ന ഒന്നല്ല. പകരം പിണറായി വിജയന് P. ശശിയുണ്ട്, അതേപോലെ ഗണേശനുണ്ട്, അതേപോലെ മുകേഷ് ഉണ്ട്. അങ്ങനെ നിരവധി പെൺവേട്ടക്കാരായ ആൾ കൂടെ തന്നെയുണ്ട്. എന്നിട്ട് അവരെയൊന്നും തൊടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രം തൊടുന്നത് എന്താ? ഒരു വെല്ലുവിളി ഞാൻ തന്നെ ഉയർത്തുകയാണ്. P. ശശിക്കെതിരെയുള്ള പാർട്ടി എടുത്ത അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത പോലെ പോലീസ് DGP കൈമാറാൻ തയ്യാറുണ്ടോ? പോലീസിനോട് കേസെടുക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ P. ശശി അറസ്റ്റിലാകും. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ ഒരു സംഭവമില്ല. പെൺകുട്ടിയുടെ പരാതി എവിടെ നിന്നാണ്? പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ് ഒരു MLAയുടെ മകളെ കയറി പിടിച്ചതാര്? P. ശശി. എൻ്റെ ഓഫീസിൽ നിന്നാണ് P. ശശിയുടെ ബ്ലൂ ഫിലിം കാസറ്റുകൾ കടത്തിക്കൊണ്ടുപോയത് പോലീസ്. അത് എവിടെ നിന്ന് എടുത്തതാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എടുത്താണ്. 1996 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ അവിടെ P. ശശി എന്താ നടത്തിയെന്നുള്ള നേർചിത്രമാണ് അതെല്ലാം. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ആഭാസന്മാരെ കൂടെ നിർത്തിയിട്ടാണ് പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയത്. ആ വേട്ടയാടൽ എന്താണ്? ഒരു പെൺകുട്ടിയുമായി ലോക്യമായി അവർ തമ്മിൽ ബന്ധമായി എന്നുള്ളതിൽ അപ്പുറത്തേക്ക് എന്താണ് ഉണ്ടായിട്ടുള്ളത്? ആ പെൺകുട്ടിയെ ഇറക്കി അവസാനം പെൺകുട്ടി ഇപ്പോൾ ഒരു മൊഴി കൊടുക്കാൻ പോലും വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ കേസിൽ തിരിച്ചടി കിട്ടുമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ആ പെൺകുട്ടി മുങ്ങിക്കളഞ്ഞു എന്നുള്ളതാണ് സത്യം. പോലീസ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നതാണ്. പിണറായി വിജയൻ പോലീസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് എന്നുള്ള സത്യം. എന്തായാലും വലിയ തോതിലുള്ള ജനപിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് വന്നിരിക്കുന്നു. ഇനി അദ്ദേഹത്തെ പ്രദർശിപ്പിക്കാൻ വന്നാൽ ജനക്കൂട്ടം പോലീസിനെതിരെ തിരിയും, ജനക്കൂട്ടം പോലീസിനെതിരെ ആക്രമിക്കുമെന്നുള്ള അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ഇത് വലിയ തിരിച്ചടി തന്നെയാണ് പിണറായി വിജയൻ ഉണ്ടായിരിക്കുന്നത്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ളതാണ് സത്യം.